നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ഇവിടെ എത്തിയിരിക്കുകയാണ്. സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകം, അഴിമതിയുടെ കലവറയുള്ള രാഷ്ട്രീയക്കാരൻ, പാവപ്പെട്ടവന് വേണ്ടി സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതകാലം അത്രയും സമാജത്തിന് വേണ്ടി ചെലവഴിച്ച വ്യക്തി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർലമെന്റിൽ പോകാൻ സമയം കിട്ടാത്ത നമ്മുടെ പഴയകാലത്തെ MP വേണോ? പാർലമെന്റിൽ പോകാൻ സമയമുള്ള ഈ രാജ്യത്തെ ഭരണത്തോടൊപ്പം നിൽക്കുന്ന ഒരു MP വേണോ എന്ന് നമ്മൾ തീരുമാനിക്കണം. ഈ തവണ തീരുമാനിക്കണം. കൈത്തെറ്റ് പറ്റിപ്പോകരുത്. നമുക്ക് പറ്റുന്ന ഓരോ കൈത്തെറ്റിനും വലിയ തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിപ്പിക്കേണ്ടതില്ല. ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ നാട്ടുകാരനായ ശ്രീ രഘുനാഥ് ജിയാണ്. അദ്ദേഹത്തെ നമുക്ക് ജയിപ്പിച്ച് ഈ കണ്ണൂരിന്റെ പ്രശ്നങ്ങൾ, കണ്ണൂരിന്റെ ഒരുപാട് പോരായ്മകൾ അദ്ദേഹം നോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫയലുകളിൽ അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പലപ്പോഴും പത്രക്കാരോടൊക്കെ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. കണ്ണൂരിന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വേണം, കണ്ണൂരിന് എയിംസ് വേണം, കണ്ണൂരിന് അതുപോലുള്ള തൊഴിലവസരങ്ങൾ യുവാക്കൾക്ക് നൽകുവാനുള്ള നിരവധിയായിട്ടുള്ള വ്യവസായശാലകൾ കൊണ്ടുവരണം. ആ രീതിയിൽ കണ്ണൂരിന് രാജ്യത്തിന്റെ നെറുകയിലെത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. നരേന്ദ്രമോദിജി ഈ രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ വേണ്ടി ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ശക്തമായ 25 രാജ്യങ്ങളിൽ ഇന്ത്യ ഇന്ന് 3ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് നരേന്ദ്രമോദിജിയുടെ ആ പ്രവർത്തനം കൊണ്ടാണ്. നരേന്ദ്രമോദിജി ഈ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ സന്ദർശിക്കുമ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും പാർലമെന്റിൽ 3 സീറ്റുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ, 44 സീറ്റുള്ള ഔദ്യോഗിക പ്രതിപക്ഷം പോലും അല്ലാത്ത കോൺഗ്രസുകാരൻ, ഇവരെ രണ്ടും പറയുക ഈ മനുഷ്യൻ രാജ്യം കിട്ടാൻ വേണ്ടി പോവുക. ഇവിടെ നാട് കാണാത്ത ആളല്ല നരേന്ദ്രമോദി. അദ്ദേഹം രാജ്യം കിട്ടുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ പട്ടിണി മാറ്റാൻ വേണ്ടി, അവരെ ഏതെല്ലാം മേഖലയിൽ കൈപിടി ചേർത്താൻ പറ്റും, ഈ രാജ്യത്തെ ലോകത്തിന്റെ നിലയിലെത്തിക്കാൻ ഏതെല്ലാം പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് പഠിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ചായക്കാരൻ, പിന്നെന്താ പറയുന്നത്, ചായക്കാരൻ. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ വെള്ളിക്കരണ്ടിയിൽ ജനിക്കണോ? ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ ഏതെങ്കിലും പ്രത്യേക തറവാട്ടിൽ ജനിക്കണമോ? ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇതാ കഴിഞ്ഞ ഏപ്രിൽ 14-ാം തീയതി ഡോക്ടർ അംബേദ്കറുടെ ജന്മദിനം കഴിഞ്ഞിരിക്കുക. മഹാനായ ഡോക്ടർ അംബേദ്കർജി അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള കുറ്റമറ്റ ഒരു ഭരണഘടന, ആ ഭരണഘടനയിൽ അദ്ദേഹം വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതൊന്നും ആർക്കും അങ്ങനെ പെട്ടെന്ന് തകർക്കാനൊന്നും കഴിയില്ല. ഇവിടെ കോൺഗ്രസുകാരനും മാർക്സിസ്റ്റുകാരനും പറയുന്നത് ഈ പോരാട്ടം ഇന്ത്യയെ നിലനിർത്താൻ വേണ്ടിയാണ്, ഇന്ത്യയുടെ ഭരണഘടന നിലനിർത്താൻ വേണ്ടിയാണ്. ഇന്ത്യയിൽ ഇനി ഭരണഘടന ഉണ്ടാവില്ല. BJP ഇനിയും വന്നാൽ ഇന്ത്യ തകരാൻ വേണ്ടി പോവുകയാണ്. ഇന്ത്യയുടെ എല്ലാ രീതിയിലുമുള്ള അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ മാറും. ഹിറ്റ്ലറിന്റെ ഭരണം പോലെയുള്ള ഭരണം വരാൻ വേണ്ടി പോകുന്നത്. ഇതൊക്കെയാണ് പറഞ്ഞ് പ്രേരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, GST വരുമാനം ഒരു മാസം 1.5 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിൽ. ഏകീകൃത നികുതി സംവിധാനം കൊണ്ടുവന്നപ്പോ 1.5 ലക്ഷം കോടി രൂപയുടെ വരുമാനം ഇന്ത്യയിൽ ഒരു മാസത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രപ്പോസൽ അനുസരിച്ച് ഓരോ സംസ്ഥാനങ്ങൾക്കും ലഭ്യമാക്കുന്നു. ഈ പണമൊക്കെ എന്താ ചെയ്യുന്നത്? ഈ പണമൊക്കെയാണ് ഈ രാജ്യത്തെ റോഡുകളുടെ വികസനത്തിന് വേണ്ടിയും റെയിൽവേയുടെ വികസനത്തിന് വേണ്ടിയും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് 5 കിലോ അരി അന്ന യോജന പദ്ധതി, ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പറയുന്ന പദ്ധതി ഇതാ 2029 വരെ 5 കിലോ അരി കൊടുക്കാൻ വേണ്ടി പ്രകടന പദ്ധതിയിൽ പറഞ്ഞിരിക്കുക, വാഗ്ദാനം നൽകിയിരിക്കുന്നു. പാവപ്പെട്ടവർക്ക് അന്നേരം കോൺഗ്രസ് ആണെന്ന് പറയുന്നത്. അപ്പോ ഇത്രയധികം ആളുകൾക്ക് സൗജന്യമായി അരി കൊടുക്കുമ്പോൾ അവരൊക്കെ ഇപ്പോഴും ദാരിദ്ര്യത്തിൽ തന്നെയാണോ എന്ന് കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണം സൗജന്യമായി കൊടുക്കുന്നതിന്റെ അർത്ഥം ദാരിദ്ര്യമുണ്ട് എന്നുള്ളതല്ല.
ദാരിദ്ര്യത്തിൽ നിന്നും ആളുകളെ കരകയറ്റാൻ വേണ്ടിയാണ്. 25 കോടി ജനങ്ങളെയാണ് ദരിദ്രയിലേക്ക് താഴെ നിന്നും മുകളിലേക്ക് കയറ്റിയത് നരേന്ദ്രമോദി സർക്കാരിന്റെ 10 വർഷത്തെ ഭരണത്തിനിടയിൽ. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നു. സ്വകാര്യ മേഖലയിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും തൊഴിൽ കൊടുത്തു. പിന്നെയും കളവ് പ്രചരിപ്പിക്കുന്ന വലത് മുന്നണികളുടെ കളവിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. സൗരോർജ്ജ ഉൽപാദനം 2017-18 സൗരോർജ്ജ ഉൽപാദനം ഇരട്ടിയാക്കി ചൈനയെയും അമേരിക്കയും അമ്പരപ്പിലാക്കിയിരിക്കുക. അവർ ഞെട്ടിപ്പോയിരിക്കുക. നമ്മുടെ സൗരോർജ്ജ ഉൽപാദനത്തിന്റെ ആ അളവ് കണ്ട് അവർ ഞെട്ടിയിരിക്കുന്നു. ചൈനയും അമേരിക്കയും അവരുടെ കുത്തകയായിരുന്നു അത്. സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ചതിൽ ചൈനയും ജപ്പാനെയും പിന്നിലാക്കിയിട്ടാണ് ഇന്ത്യ ഇന്ന് മുൻപന്തിയിലെത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ GDP 8.2%. എന്നാൽ ചൈനയുടേത് 6.7% മാത്രമാണ്. അമേരിക്കയുടേത് 4.2% മാത്രമാണ്. ഈ രീതിയിൽ വിദ്യാർത്ഥി രാജ്യം വളർന്നുകൊണ്ടിരിക്കുമ്പോ ഇവിടെ ജീവിക്കുന്ന ഇന്ത്യക്കാരനായിട്ടുള്ള രാജ്യം എന്തുമായിക്കോട്ടെ, രാജ്യം ലോകത്തിന്റെ മുമ്പിൽ വളരുമ്പോ ഒന്ന് അഭിമാനിക്കണ്ടോ, ഒന്ന് സന്തോഷിക്കണ്ടേ? അതിനും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. 70 വർഷത്തിനുള്ളിൽ മോഡി സർക്കാർ വന്ന ശേഷം പാകിസ്ഥാൻ ഇന്ന് ദരിദ്ര രാഷ്ട്രമായി മാറിയിരിക്കുക. കുറെ കാലമായി പാകിസ്ഥാൻ ഞെളിഞ്ഞു നടക്കുകയായിരുന്നു. എന്നാ പരിപാടി? ഇന്ത്യയിലെ 500-ന്റെയും 1000-ന്റെയും കള്ളനോട്ടുകൾ അടിക്കുന്ന വ്യവസായം. ആ വ്യവസായം നിന്നു. എങ്ങനെയാ നിന്നത്? 2018 നവംബർ മാസം 8-ാം തീയതി അർദ്ധരാത്രി ആരോട് പറയാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നോട്ട് നിരോധനം കൊണ്ടുവന്നപ്പോ പൂഴ്ത്തിവെച്ച കള്ളന്മാരുടെയൊക്കെ പുറത്തായി. കോടിക്കണക്കിന് രൂപ കത്തിച്ചു കളഞ്ഞ ചില ആളുകൾ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു. കള്ളപ്പണം കണ്ടുകെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചപ്പോ അവതാളത്തിലായത് പാകിസ്ഥാൻ. അതുപോലെ തന്നെ ആയുധം വാങ്ങാൻ പണമില്ലാന്ന് എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരു പ്രതിരോധ മന്ത്രിയുണ്ടായിരുന്നു നമുക്ക്. നിഗോട്ടിന്റെ പഴയ പാർട്ടിയുടെ നേതാവ് AK ആന്റണി. ആ നേതാവ് പറയാറുണ്ട്, പീരങ്കി വാങ്ങിക്കാൻ പോലും പണമില്ല. ആ ഒരു അവസ്ഥയിൽ നിന്നും നമ്മുടെ രാജ്യം സ്വന്തമായി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ കൂടി ആയുധങ്ങൾ നിർമ്മിക്കുന്നു. വിദേശ രാഷ്ട്രങ്ങളിലേക്ക് ആയുധങ്ങൾ കയറ്റി അയക്കുന്നു. മുൻപത്തെ സ്ഥിതി, വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് ആയുധങ്ങൾ നമ്മൾ ഇങ്ങോട്ട് പണം കൊടുത്ത് വാങ്ങുകയായിരുന്നു. ഇവിടെ ഇന്ത്യയിലെ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നു. മാത്രമല്ല നമ്മുടെ പണം വിദേശത്തേക്ക് ഒഴുകി പോകാതെ ഇവിടെ തന്നെ ചെലവഴിക്കുന്നു. ഇവിടെ നിന്നും ഈ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുമ്പോൾ വിദേശ പണം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നു. ഈ ഊരി ചുറ്റുന്ന പ്രധാനമന്ത്രി ഊരി ചുറ്റിയപ്പോ കിട്ടിയ കുറെ ഗുണങ്ങളായതൊക്കെ. ഇവിടുത്തെ പട്ടക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പട്ടം കഴിക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കണം, തിരിച്ചറിയണം. ആരാണ് നരേന്ദ്രമോദി? എന്താണ് നരേന്ദ്രമോദി? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നിങ്ങൾ ചായക്കാരനെന്ന് വിളിച്ച് കളിയാക്കിയാൽ നരേന്ദ്രമോദി ആ ചായക്കാരൻ തന്നെ. പാവപ്പെട്ടവനാണ്, പിന്നോക്ക ജാതിയിൽപ്പെട്ടവനാണ്. പക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി കഴിയില്ലേ? ഇന്ത്യയുടെ ജനാധിപത്യം അത്ര മഹത്തരമാണ്, അത്ര ശോഭനവും സൗന്ദര്യമുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യം. അതുകൊണ്ടാണ് ചായക്കാരനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ ഈ രാജ്യത്തെ സാധാരണക്കാര് തയ്യാറായി മുന്നോട്ട് വന്നത്. 2014 ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോ 272 സീറ്റ് BJPക്ക്. 2019 303 സീറ്റ്. 2024 400 മേലെ എത്രയാണെന്ന് പറയാൻ പറ്റില്ല. 400 മുകളിലാണ് സീറ്റ്. ഈ രാജ്യത്ത് നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. അത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ അധികാരത്തിൽ വരുമ്പോ നമ്മുടെ കണ്ണൂർ പാർലമെന്റിൽ നിന്നും നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ വികസന താൽപര്യങ്ങൾ
ആ കണ്ണൂർ പാർലമെന്റ്, ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ ഉച്ചസ്ഥലം ഉദ്ഘോഷിക്കാൻ ഒരു MP വേണം. പാർലമെന്റിൽ പോയി അലവൻസ് വാങ്ങി തിരിച്ചു വരുന്ന MP ആകരുത്. പാർലമെന്റിൽ പോയി കടന്നിറങ്ങുന്ന MP ആകരുത്. എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ മാത്രം പാർലമെന്റിലെ അകത്തേക്ക് പോകുന്ന MP ആകരുത്. കിട്ടുന്ന പണം മുഴുവനും അതിൽ കൂടുതലും കേന്ദ്രത്തിൽ നിന്ന് പറ്റാവുന്നത്ര പണം വാങ്ങിയെടുത്തുകൊണ്ട് നമ്മുടെ മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി, നമ്മുടെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കാൻ താല്പര്യവും സമയവും ഉള്ള MP നമുക്കുണ്ടാകണം. നമുക്കറിയാം, എല്ലാ രംഗത്തും ഒരു MP ആകാനുള്ള കഴിവും പ്രാപ്തിയുമുള്ള വ്യക്തിയെ തന്നെയാണ് NDA ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസമുള്ള വ്യക്തി, വികസനത്തിന്റെ കാര്യത്തിൽ വലിയ താല്പര്യമുള്ള വ്യക്തി, അദ്ദേഹത്തിന് സ്വന്തമായി ഒരുപാട് പദ്ധതികൾ ഈ ജില്ലയിൽ നടപ്പിലാക്കാനുണ്ട്. സേവന തൽപരനായി പ്രവർത്തിക്കുന്ന വ്യക്തി, ഈ രാജ്യത്തെ പട്ടിണി പാവങ്ങളെ കൈപിടിച്ചേർത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പ്രത്യാശയുള്ള വ്യക്തി. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ തന്നെ നമുക്ക് ഈ തവണ തെരഞ്ഞെടുത്തയക്കണം. ഈ മറ്റ് രണ്ട് മുന്നണികളെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ അവരെന്തിനാ ഇങ്ങനെ മത്സരിക്കുന്നു? വയനാട്ടിൽ മത്സരിക്കുന്നു, അവിടെ CPIയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുക, അതിന്റെ ആവശ്യമുണ്ടോ? അവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും നിങ്ങൾ ആരാ, രാഹുൽ ഗാന്ധിയോ ഗണ്ഡിയോ? ആ മനുഷ്യരെ അവിടെ മത്സരിപ്പിച്ചാൽ പോലെ. എല്ലാവരും കൂടി കോൺഗ്രസിന് വോട്ട് ചെയ്യണം, ഇന്ന് കണ്ണൂരിൽ എല്ലാവരും കൂടി LDFന് വോട്ട് ചെയ്യണം, അങ്ങനെ ഒരു ധാരണയിലേക്ക് മത്സരിച്ചാൽ പോലെ. നിങ്ങളെന്തിനാ ഇവിടെ പരസ്പരം ചക്കളത്തി പോരാട്ടം നടത്തി ഈ ആളുകളെ പറ്റിക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കള്ളനാണയങ്ങളെ തിരിച്ചറിയാൻ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധമാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരന്റെ ഏറ്റവും മൂർച്ചയേറിയ ആയുധമാണ് അവന്റെ വോട്ടവകാശം. അത് നിസ്സാരമായി കാണരുത്. ആ വോട്ടിനെ നിസ്സാരമായി കാണരുത്. വളരെ വളരെ വിലപ്പെട്ട വോട്ട. നിങ്ങളുടെ ഒരു ശീലാണ് ഈ രാജ്യത്തിന്റെ ഭാവി ഭാരതം നിർണ്ണയിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയാൽ ഈ തവണ വോട്ട് ചെയ്യുമ്പോ നിങ്ങൾക്ക് കൈത്തെറ്റ് പറ്റരുത്. കൈത്തെറ്റ് പറ്റിയാൽ നമ്മൾ വീണ്ടും അവതാളത്തിലാകും. കണ്ണൂരിന്റെ ഈ അവസ്ഥ വീണ്ടും വീണ്ടും പരിണാമകരമാവും. നമുക്കാവശ്യമായ എയിംസ് വരാൻ വേണ്ടി സാധിക്കുകയില്ല. നമുക്കാവശ്യമായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരികയില്ല. ഇവിടുത്തെ അഭ്യസ്തരായ ചെറുപ്പക്കാർ നാട് വിടേണ്ടി വരും. അവർക്കൊക്കെ ഇവിടെ തന്നെ തൊഴിൽ നൽകാൻ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മളിവിടെ മത്സരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി C. രംഗനാഥന് നിങ്ങളുടെ വലിയേറെ വോട്ടുകൾ നൽകണം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും, ഞാൻ പല തെരഞ്ഞെടുപ്പുകളിലും നമ്മുടെ NDAയുടെ തന്നെ പല സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ തവണ നമ്മുടെ സ്ഥാനാർത്ഥി പോകുമ്പോ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ കഴിവിൽ ഉപരിയായി നരേന്ദ്രമോദിയുടെ പാർട്ടിയുടെ ആറ് എന്നുള്ള നിലയിൽ അമ്മമാരും വിദ്യാർത്ഥിനികളും നിരവധി കർഷകരും അതുപോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിലേക്ക് കടന്നു വന്ന് അദ്ദേഹത്തിന് അർത്ഥദാനം ചെയ്യുന്ന കാണുമ്പോ, അദ്ദേഹത്തിന്റെ സ്വീകരണങ്ങളിൽ പങ്കെടുക്കുന്ന ആയിരങ്ങളെ കാണുമ്പോ, ഈ കണ്ണൂർ ജില്ലയിൽ 3 സ്ഥാനാർത്ഥികളും തുല്യമായി പോരാട്ടത്തിലാണ്. ഇവിടെ ത്രികോണ മത്സരം തന്നെയാണ്. ഈ ത്രികോണ മത്സരത്തിൽ ഈ 2 മുന്നണികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് NDAയുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ ജയിപ്പിക്കണം എന്ന് മാത്രം നിങ്ങളോട് ഈ അവസരത്തിൽ ഈ വൈകിയ വേളയിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ സമാപന യോഗത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. പ്രിയമുള്ളവരെ, ഇന്ന് കാലത്ത് മുതൽ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം, ആ സഖ്യത്തിന്റെ കർമ്മധീരനായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീമാൻ C. രഘുനാഥ് അവർ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അതിന്റെ സമാപന സമ്മേളനം ആണ് ഇവിടെ ഔപചാരികമായി ശ്രീ ജയപ്രകാശ് കൂട്ട നിർവഹിച്ചത്. പ്രിയപ്പെട്ടവരെ, ദേശീയ രാഷ്ട്രീയത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. നമുക്കേവർക്കും അറിയാം, ധർമ്മത്തിന്റെ ഇടമാണ് ധർമ്മടം എന്നാണ് പറയുന്നത്. ഈ ധർമ്മടത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്
ഒരുപക്ഷെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. നാം ചിന്തിക്കേണ്ടത് ഈ ധർമ്മടത്ത് ഒരു മാതൃകാപരമായ ഭരണത്തിന്റെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വികസന കാഴ്ചപ്പാടോ വികസന സങ്കല്പങ്ങളോ കൊണ്ടുവരുവാൻ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിച്ചുമോ എന്ന് നാം പുനർവിചിന്തനം ചെയ്യണം. ഇവിടെ ഈ ചക്കരക്കല്ലിനെ സംബന്ധിച്ച് നമുക്കറിയാം. നമ്മുടെ ചക്കരക്കല്ലിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്രയമായിട്ടുള്ള നമ്മുടെ ഇരുവേരി CHC കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഒരുപക്ഷെ താലൂക്ക് നിലവാരത്തിലുള്ള ഒരു ആശുപത്രിയായിട്ട് മാറേണ്ട കാലം വളരെ അതിക്രമിച്ചിരുന്നു നമുക്കറിയാം. ഇവിടെ ഇപ്പോ അതിന് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷെ നിങ്ങൾ നോക്കണം, ഒച്ച് എങ്ങനെയാണോ എഴുതുന്നത്, ഒച്ച് എഴുതുന്നത് പോലെയാണ് ആ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. പിണറായിയുടെ മുഖ്യമന്ത്രിയുടെ വീടിന് തൊട്ടടുത്ത് തന്നെയുണ്ട് ആശുപത്രി. ആ ആശുപത്രിയും ഇവിടെ നിർമ്മാണവും വളരെ മെല്ലെ എപ്പോൾ പൂർത്തിയാക്കുമെന്നൊന്നും ഒരു വ്യക്തതയുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ അഞ്ചരക്കണ്ടി കൊടുവള്ളിയിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന മമ്പറം വഴി പോകുന്ന ആ റോഡ് അത് വികസിപ്പിക്കുന്നത് സംബന്ധിച്ചിട്ട് ഉടമകളുമായി ചർച്ച ചെയ്യുന്നതിന്റെ വ്യക്തമായ രൂപം എന്താണെന്ന് ഇനിയും പിടികിട്ടിട്ടില്ല. അഞ്ചരക്കണ്ടി ടൗണിലേക്ക് ഗതാഗതക്കുരുക്കുന്ന ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ കാര്യക്ഷമമായി മുന്നോട്ട് പോയിട്ടില്ല. ചക്കരക്കല്ലിലെ ഗതാഗതക്കുരുക്കുന്ന ഒരു ശാശ്വത പരിഹാരത്തെ ഉണ്ടാക്കുന്നതിന് സാധിച്ചിട്ടില്ല. അപ്പൊ ഈ നിയോജക മണ്ഡലത്തിന്റെ ദയനീയമായ പരിച്ഛേദം നിങ്ങൾ മനസ്സിലാക്കണം. 8 പഞ്ചായത്തുകളാണ്. ആയിരക്കണക്കിന് ആളുകൾ കൃഷി ചെയ്ത് ഉപജീവനം നടത്തിയിട്ടുള്ള ഒരു മണ്ഡലമാണ്. അതില് വേങ്ങാട് പടുവിലായി പ്രദേശത്ത് ഏറ്റവും അധികം നെൽകൃഷി ചെയ്യുന്ന പഞ്ചായത്തുകളാണ്. ആ പഞ്ചായത്തുകളിൽ ഇന്ന് പണ്ട് നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലെയും നെൽകൃഷി കാർഷിക മേഖല മുച്ചൂടും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം. നമ്മുടെ നെയ്ത്ത് തൊഴിലാളികൾ ആയിരിക്കണ നെയ്ത്ത് തൊഴിൽ ഉപജീവനം നടത്തുന്ന നെയ്ത്ത് തൊഴിലാളികൾ അവരുടെ ജീവിതം ദുരിതമാണ്. അവരുടെ ജീവിത നിലവാരത്തെ ഉയർത്തുന്നതിനുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ സംസ്ഥാനത്തിന് സാധിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ ഇപ്പോൾ കോൺഗ്രസുകാർ ശ്രീ സുധാകരൻ MP എന്നുള്ള രീതിയിൽ വളരെ ആവേശത്തോട് കൊണ്ടു നടക്കുകയാണല്ലോ. ശ്രീ K സുധാകരന്റെ പാർലമെന്റ് ഇടപെടലിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വികസന നയം, ഒരു വികസന കാഴ്ചപ്പാട് 4 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തെ കണ്ണൂരിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ ഫലമായിട്ട് കഴിഞ്ഞ 5 വർഷം ഉണ്ടായിട്ടുണ്ടോ എന്ന് നല്ലവരായ പ്രിയപ്പെട്ട വോട്ടർമാരെ നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ വികസന സങ്കല്പം എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ്. അഴിമതിയിൽ മുങ്ങിക്കൊടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ പാപ്പനത്തെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിക്കൊണ്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കുന്നത്. UDFന്റെ ആ ദയനീയമായ പരിച്ഛേദം നമ്മൾ കണ്ടു കഴിഞ്ഞു. അവർക്കറിയാം, നാം ചിന്തിക്കണം. നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത്, നമ്മുടെ ജില്ലാ പഞ്ചായത്ത്, നമ്മുടെ പാർലമെന്റ് അംഗങ്ങളെല്ലാം തന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ചിട്ട് നമ്മുടെ വികസനത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടെന്താണ്? ഇടതുപക്ഷത്തിന്റെ വികസനത്തെ കുറിച്ച് അറിയാം, നിങ്ങൾക്കറിയാം. ആയിരക്കണക്കിന് ആളുകൾ ഉപജീവനത്തിൽ തിരുവേപ്പിനെയും ഇല്ല നമ്മളെല്ലാവരും വിചാരിച്ചു അതൊരു തൊഴിൽ സംരംഭമായിട്ട് മാറുമെന്ന്. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാംസ്കാരിക സമ്മേളനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹാളാക്കി മാറ്റിയിട്ട് ആ വ്യവസായ സ്ഥാപനത്തെ തകർത്തതിന് ഉത്തരവാദിത്വം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദേശീയ ജനാധിപത്യ സഖ്യം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ജനക്ഷേമ പദ്ധതികൾ, സുകന്യ സമൃദ്ധി യോജന, പ്രധാനമന്ത്രി ആവാസ് യോജന, മുദ്രാ ലോണുകൾ, അന്ന കിസാൻ സമ്മാൻ നിധി അടക്കമുള്ള നൂറുകണക്കിന് സാധാരണക്കാരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന അവർക്ക് ആശ്വാസമേകുന്ന പദ്ധതികൾ അത് നാട്ടാക്കി എത്തിക്കുന്നത് വീണ്ടും നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിലെത്തണം. അതിന് ഐശ്വര്യത്തിന്റെ താമര, വിടർന്ന താമര, ആ താമര അധികാരത്തെ തന്നെ മോഹനം ചെയ്തുകൊണ്ട് ശ്രീമാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കർമ്മധീരനായിട്ടുള്ള കണ്ണൂരിന്റെ ഉത്സവം ശ്രീ രഘുരാജ് അദ്ദേഹത്തിന്റെ താമര അധികാരത്തിൽ നിങ്ങളുടെ വിലയേറിയ സംവിധാനാവകാശം വിനിയോഗിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്നേഹവുമായിക്കൊണ്ട് ഈ സ്വീകരണത്തിന് നമ്മളോട് അഭിമുഖീകരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കണ്ണൂരിന്റെ പുത്രൻ ശ്രീ രഘുനാഥരുടെ സ്ഥാനം ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തകരെ ക്ഷണിക്കുകയാണ്. ശ്രീ P. സതീശൻ അവരുടെ സ്വാഗതം, ശ്രീ ബാബുരാജ് അവരുടെ സ്വാഗതിക്കുന്നു, ശ്രീ നാശാദ് അവരുടെ ശ്രീ രമേശ് ഇവരെ സ്വാഗതം ക്ഷണിക്കുകയാണ്.
നമ്മെ അഭിനയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ അവരുടെ സാധനം ക്ഷണിച്ചുകൊള്ളും. ബഹുമാന്യ അധ്യക്ഷൻ, പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഹരീഷ് ബാബു, വേദിയിലിരിക്കുന്ന ഉദ്ഘാടകൻ ജയപ്രകാശ് കുട്ട, മഹിളാ മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ റീന മനോഹരൻ, ശ്രീ മനോഹർ ജി, പ്രിയപ്പെട്ട പി ആർ രാജൻ, ശ്രീ ജോഷി അടക്കമുള്ള ഈ നിയോജകമണ്ഡലത്തിലെയും കണ്ണൂരിലെയും സംസ്ഥാനത്തെയും എൻഡിയുടെ നേതാക്കന്മാർ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ഈ ചക്രക്കല്ലിലൊക്കെ പ്രസംഗിക്കുക എന്ന് പറഞ്ഞ വലിയ പ്രശ്നം ഞാൻ എപ്പോഴും കാണുന്ന ഒരു സമയമാണ്. ഈ രണ്ട് പ്രദേശങ്ങളും ഞാൻ എന്റെ സഹപ്രവർത്തകന്മാരോടൊക്കെ ഇതൊക്കെ എന്നെ കളിച്ചോട്ടുണ്ട്. പല ആളുകളും ഇതൊന്നും എനിക്ക് അന്യമുള്ള ഒരാളും ഉണ്ടാവില്ല. ഈ കൂടിയത്തിൽ ഒരാളും ഒരു എന്നെ അറിയാത്തവർ. ഒരുപാട് വർഷക്കാലം രാഷ്ട്രീയ പ്രവർത്തനം, വിദ്യാഭ്യാസ സ്ഥാപനവും പൊതുരംഗത്ത് പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ ഈ പ്രദേശം. ഇതെന്റെ പഞ്ചായത്ത് കൂടിയാണ്. അപ്പൊ എനിക്ക് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യകലത്തുള്ള ഒരു MP വേണമെങ്കിൽ എന്നെ വിജയിപ്പിക്കും. ദേശാടന പക്ഷികളെ പോലെ 5 വർഷം കൂടുമ്പോൾ പറന്നിറങ്ങുന്ന MP അല്ല ഈ പ്രദേശത്തിന് ആവശ്യമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾ എനിക്ക് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യും. 5 വർഷക്കാലം മുന്നേ നിങ്ങളൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച MP തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു തവണയെങ്കിലും നന്ദി പറയുന്നതിന് വേണ്ടി ഈ പ്രദേശത്ത് വന്നിട്ടില്ല. ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ അദ്ദേഹം സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ അദ്ദേഹം ഇനി പാർലമെന്റിൽ പോകണ്ട എന്ന് പൊതുജനങ്ങൾ തീരുമാനിക്കും. തെരഞ്ഞെടുപ്പ് സമയം തന്നെ അദ്ദേഹം വരാറുണ്ടായിരുന്നില്ല, ഇറങ്ങാറുണ്ടായിരുന്നില്ല, സംസാരിക്കാറുണ്ടായിരുന്നില്ല. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ അദ്ദേഹത്തെ നിർബന്ധിച്ചപ്പോൾ അവർക്ക് അതൊന്നും എന്റെ പണിയല്ല